ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ വരുന്ന 15-ാം തീയതി ബുധനും സൂര്യനും സംയോജിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി ബുധാദിത്യ രാജയോഗമാണ് ഉണ്ടാകാൻ പോകുന്നത് 15-ാം തീയതി. ഇത് 12 രാശിയിൽ ഉൾപ്പെടുന്ന 27 നക്ഷത്രക്കാർക്കും മാറ്റങ്ങളെ നൽകുന്നതാണ്. എങ്കിലും മാറ്റത്തിന്റെ അല്പം അതിപ്രസരം, അതായത് മറ്റുള്ള സമയങ്ങളെ അപേക്ഷിച്ച് അല്പം മാറ്റം കൂടുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുന്ന പല മാറ്റങ്ങളും വന്നു ചേരുന്നുണ്ട് 9 നക്ഷത്രക്കാർക്കും. 27 നക്ഷത്രക്കാരിലേക്കും പല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എങ്കിലും 9 നക്ഷത്രക്കാർക്ക് ഈ ഒരു മാറ്റം വളരെ വലിയ ഒരു നേട്ടത്തിന്റെ സമയത്തിലേക്കായിരിക്കും എത്താൻ പോകുന്നത്. ജൂൺ 15-ാം തീയതി ബുധനും ആദിത്യനും ഒന്നിക്കുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ബുധാദിത്യ രാജയോഗം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആദിത്യ നമസ്കാരം, ആദിത്യ വന്ദനം ഇതൊക്കെ നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഈ പറയാൻ പോകുന്ന ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് ഒരു കുറവുമില്ലാതെ എത്തിച്ചേരുന്നതിന് സഹായകമാകുന്നതാണ്. ഏവരും ദിനവും ചെയ്യേണ്ടതാണ് സൂര്യ നമസ്കാരം അല്ലെങ്കിൽ സൂര്യവന്ദനം. മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. ഇന്നൊക്കെ യോഗകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളെയും ചെയ്ത് മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള കഴിവുള്ളവരാണ് എല്ലാ ആളുകളും. പണ്ടത്തെ കാലത്ത് സന്യാസിമാരൊക്കെ എത്രത്തോളം തങ്ങളുടെ കഴിവുകൾ കൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അതിൻ്റെതൊക്കെ ഫലമായിട്ടാണ് അവർക്ക് പല ദൈവിക ശക്തികളൊക്കെ അവരിലേക്ക് എത്തിച്ചേർന്നതും. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിൻ്റെ വകഭേദങ്ങൾ പലതായി വന്നിട്ടുണ്ട്. ഒരുപാട് മെഡിറ്റേഷൻ സെന്ററുകൾ അല്ലെങ്കിൽ പല യോഗ സെന്ററുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. എന്നാൽ അറിയാത്തവരും ഉണ്ടാകുമല്ലോ. അപ്പോൾ ആദിത്യ നമസ്കാരം, ആദിത്യ വന്ദനം ഇതൊക്കെ ദിനവും ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൂര്യനെ പോലെ തെളിഞ്ഞു ശോഭിക്കാൻ കഴിയും എന്നതുകൂടിയാണ്. ഇവിടെ ഒന്നും പറ്റാത്ത ആളുകളാണെങ്കിൽ ഒരു സൂര്യഗായത്രിയോ അല്ലെങ്കിൽ ഗായത്രി മന്ത്രമോ രാവിലെ ഉണരുന്ന വേളയിൽ കണ്ണുമുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്ന് ജപിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ്. അത് 7 തലമുറകളിലേക്ക് വരെ ആ നേട്ടത്തിൻ്റെ ആ ഒരു പ്രകാശം എത്തിച്ചേരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ സൂര്യഗായത്രി നിങ്ങൾക്കായിട്ടൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇത് ദിവസവും 3 തവണ അല്പം ജലം കയ്യിലെടുത്ത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മന്ത്രിക്കുകയാണെങ്കിൽ വളരെയധികം മാറ്റം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ സൂര്യഗായത്രി മന്ത്രം നിങ്ങൾക്കായി ഒന്ന് പറഞ്ഞു തരാം. അതിങ്ങനെയാണ്: ഓം ആദിത്യായ വിദ്മഹേ സഹസ്രകിരണായ ധീമഹി തന്നോ സൂര്യ പ്രചോദയാത്. ഇതെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും, അറിയുന്നവരും ധാരാളം ഉണ്ടാകും. അപ്പോൾ ചെയ്യേണ്ടത് ഇത് 3 തവണ അല്പം ജലം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് 3 തവണ ഇത് ചൊല്ലിയാൽ മതി. ഇത് സൂര്യഗായത്രി മന്ത്രമാണ്. കൂടാതെ ഗായത്രി മന്ത്രം ചൊല്ലാം. ഏതായാലും രാവിലെ ഇതൊന്നും പറ്റാത്തവരാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വന്ന് കൈകൾ കൂപ്പി ഭഗവാനെ ഒന്ന് വണങ്ങിയാൽ മതി. അതൊന്ന് ദിനം ചെയ്തു നോക്കൂ. ഒരു 30 ദിവസം നിങ്ങളൊന്ന് അടുപ്പിച്ച് ചെയ്തു നോക്കൂ. കൂടുതലൊന്നും വേണ്ട. അപ്പോൾ തന്നെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം കടന്നു വന്നതായി നിങ്ങൾക്ക് തോന്നും. ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾക്ക് ചെയ്തു നോക്കിയാട്ടെ. പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സൂര്യ നമസ്കാരം ചെയ്ത് സൂര്യ ഭഗവാനെ പ്രാർത്ഥിക്കുക. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആയുസ്സും വളരെയധികം ഉണ്ടായിട്ടുണ്ട്. ആയുസ്ദോഷങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കുടുംബത്തിൽ സൗഖ്യം ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ കൊച്ചുമക്കൾക്ക് വരെ എല്ലാവിധ നേട്ടങ്ങളും യശസ്സും കീർത്തിയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് പോകെ പലവിധ ബുദ്ധിമുട്ടുകളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ കൺകണ്ട ദൈവങ്ങളായ സൂര്യദേവൻ, അതേപോലെ ചന്ദ്രദേവൻ, പിന്നെ ഈ സർപ്പദൈവങ്ങൾ തുടങ്ങിയ എല്ലാവിധ നമ്മൾ കാണാൻ കഴിയുന്ന ഇങ്ങനെയുള്ള ദൈവങ്ങളെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ വളരെ മാറ്റം നമ്മൾക്ക് ഉണ്ടാകുന്നതാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു ചെറിയ കാര്യം ഒന്ന് ചെയ്തു നോക്കും. 30 ദിവസം ഇങ്ങനെ സൂര്യഗായത്രി അല്പം ജലം കൈക്കുമ്പിളിലെടുത്ത് ഭഗവാന് അർപ്പിച്ചുകൊണ്ടൊന്ന് ജപിച്ചു നോക്കും. വളരെ മാറ്റമുണ്ടാകും. എല്ലാവർക്കും പറ്റുന്നില്ല എന്നെങ്കിൽ ഈ പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാരെങ്കിലും ഇതൊന്ന് ചെയ്താൽ ഈ ഒരു സമയം ഉണ്ടാകുന്ന ജൂൺ 15-ന് ഇവിടെ ഉണ്ടാകുന്ന ബുധാദിത്യ രാജയോഗത്തിന്റെ ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ എത്തുന്നതിനായി ഈ പ്രക്രിയ തന്നെ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഉള്ള 9 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് ബുധാദിത്യ രാജയോഗം വളരെയധികം അനുകൂല ഫലങ്ങൾ ജൂൺ 15-ാം തീയതി മുതൽ നൽകുന്നതാണ്. ആദിത്യ ഭഗവാനെ പ്രാർത്ഥിക്കുക, ആദിത്യ ഹൃദയം ജപിക്കുക, പ്രാർത്ഥിക്കുക. ജോലിയിലൊക്കെ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതിനും യശസ് ഉണ്ടാകുന്നതിനും ദീർഘകാലം ഐശ്വര്യങ്ങൾ നിലനിൽക്കുന്നതിനും സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും. അതിലൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകും. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകാനുള്ള സമയം കൂടി ഇവിടെ ബുധാദിത്യ രാജയോഗം നിമിത്തം ഉണ്ടാകുന്നുണ്ട്.
പുതിയ ഗൃഹം വാങ്ങാനോ പുതിയ വാഹനം വാങ്ങാനോ ഒക്കെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു ശ്രമം നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ജൂൺ 15 ശേഷമുള്ള സമയം അതൊക്കെ സഫലമാകാനുള്ള ആ ഒരു നിങ്ങൾ ഒരുപാട് നാളത്തെ സ്വപ്നങ്ങൾ സഫലമാകാൻ പോകുന്ന ഒരു കാലയളവ് കൂടിയാണ് എത്താൻ പോകുന്നത്. ദീർഘയാത്രകളൊക്കെ നടത്തേണ്ടതായ ആവശ്യങ്ങളൊക്കെ വന്നു ചേരാവുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള യാത്രകളാവും. ഏതായാലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മംഗളകരമായി വരുന്നതും കുടുംബത്തോടൊപ്പം ഉല്ലാസ നിമിഷങ്ങളൊക്കെ ചിലവഴിക്കാൻ കഴിയാനും ഒരു ഭാഗ്യമുണ്ടാവുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ആത്മവിശ്വാസം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ഏറ്റെടുക്കുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ആത്മവിശ്വാസം ഉള്ളതിനാൽ വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സൊക്കെ വൻ വിജയമാക്കി മാറ്റാൻ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ കഴിയുന്നതാണ്. ആദ്യത്തെ നമസ്കാരം മറക്കേണ്ട. സൂര്യഗായത്രി ജപിക്കാൻ ആദ്യം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് ചെയ്തു നോക്കൂ. വളരെയധികം മാറ്റം ഉണ്ടാകുന്നതാണ്. കടബാധ്യതകളൊക്കെ ഒരു പരിധി വരെ വീട്ടാനും അതിൽ നിന്ന് ഒന്ന് ടെൻഷൻ മുക്തി ലഭിക്കുന്ന സമയം കൂടിയാണ്. സാമ്പത്തികമായ ഒരു സുരക്ഷിതത്വം ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നണയുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും കല്ലുകടി എല്ലാ കരടുകളും മാറുന്ന ഒരു സമയം കൂടിയാണ്. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും, സമാധാനം വന്നു ചേരും. ബുധാദിത്യ രാജയോഗം നിങ്ങൾക്ക് നേട്ടമാണ്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്കും ബുധാദിത്യ രാജയോഗം ശുഭകരമായി തന്നെയാണ് കാണുന്നത്. ഗൃഹം മൂടി പിടിപ്പിക്കാനോ ഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കാനോ ഒക്കെ ഇടവ് വരുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചാണെങ്കിലും ഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടതായ അവസ്ഥകൾ വരും. ഒരു ആഡംബര ജീവിതം നയിക്കാനുള്ള ഭാഗ്യം കൂടി ഉണ്ടാകുന്നതാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ, വാഹനമാകാം, സ്വർണ്ണമാകാം, ആടയാഭരണങ്ങളാകാം, അങ്ങനെ വിലപിടിപ്പുള്ളതായ ആർഭാടം കാണിക്കുന്ന പല കാര്യങ്ങളും വാങ്ങാനൊക്കെയുള്ള യോഗം ഉണ്ടാകുന്നതാണ്. വീട്ടമ്മമാർക്കാണെങ്കിൽ അടുക്കളയിലേക്കുള്ള വസ്തുക്കളൊക്കെ വാങ്ങാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതാണ്. കേസ്, വഴക്ക്, പ്രശ്നങ്ങൾ എന്തെങ്കിലും കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകും. ഭാഗ്യത്തിൻ്റെ നാളാണ്. ഭാഗ്യത്തിൻ്റെ ഒരു സമയം കൂടിയാണ്. ഭാഗ്യം പൂർണ്ണമായി എത്തുന്നതിനാണ് ഇവിടെ ബുധാദിത്യ രാജയോഗ സമയത്ത് ഭഗവാൻ ആദിത്യനെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. സൂര്യഗായത്രി ജപിക്കുക, പ്രാർത്ഥിക്കുക. ഒരു 30 ദിവസം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ജീവിതത്തിൽ വളരെയധികം നേട്ടം. ഈ നക്ഷത്രക്കാർക്കെന്നല്ല, എല്ലാ നക്ഷത്രക്കാർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഭാഗ്യമാണ്, നേട്ടമാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കും വളരെയധികം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ബുധാദിത്യ രാജയോഗം നൽകുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ വേണ്ടി വരും. ദൂരയാത്രയ്ക്കുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഏറെ നാളുകൾക്ക് ശേഷം നല്ല ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ്. 100 മേനി കൊയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു സമയം. നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്ന സമയമാണ്. സാമ്പത്തികമായി വളരെ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. മുൻകാല നിക്ഷേപങ്ങൾ വഴിയൊക്കെ വീണ്ടും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതാണ്. പുതിയതായ ചില വരുമാന മാർഗങ്ങളൊക്കെ മനസ്സിൽ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് പ്രാബല്യത്തിൽ വരാൻ സമയമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കേണ്ട. പുതിയ ബിസിനസ് ഒന്ന് വിപുലീകരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും ഈ 15-ാം തീയതിക്ക് ശേഷമുള്ള സമയം അതൊക്കെ താനേ വന്നുകൊള്ളൂ. കാരണം നല്ല സമയമാണ്. സൂര്യഗായത്രി ജപിക്കാൻ മറക്കേണ്ട. കലാകായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുത്താലും അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കും. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്ന് വിജയക്കൊടി പാറിക്കാൻ കഴിയുന്ന സമയം കൂടിയാണ്. ഭഗവാൻ ആദിത്യനെ പ്രാർത്ഥിക്കുക. രാവിലെ ഇത് കുട്ടികളിൽ നിന്നും മുതിർന്നവർക്കൊന്നും ഒരു പ്രായഭേദമന്യേ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ കാണാം ഭഗവാൻ സൂര്യനെ ഒന്ന് പ്രാർത്ഥിക്കുക. എല്ലാ നേട്ടങ്ങളും ഉണ്ടാകും. എല്ലാവിധ ദോഷങ്ങളും അകന്ന് കീർത്തിയും മേന്മയും ഐശ്വര്യവും ഉണ്ടാകുന്നതിന് ഭഗവാൻ സൂര്യനെ വന്ദിച്ചാൽ മാത്രം മതി. ആ പ്രഭാതത്തിൽ ഭഗവാനെ വന്ദിക്കുന്നതിലൂടെ തന്നെ ഒരു ദിവസത്തിൻ്റെ പൂർണ്ണ ഫലങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കിയാട്ടെ. സൂര്യഗായത്രി ജപിക്കുക. 3 തവണ കൈക്കുമ്പിളിൽ ജലമെടുത്ത് സമർപ്പിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. വളരെയധികം മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നതിന് ഇതിലൂടെ തന്നെ സാധ്യമാകുന്നതാണ്.